1975 എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് 9 വയസ്സുള്ള സമയമാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നൊരു സ്ഥലമാണ്. കാഞ്ഞിരപ്പള്ളിക്കാരൻ ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ, സിറിയൻ ക്രിസ്ത്യനാണ്. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഞാൻ ഈ തിരുവനന്തപുരത്തേക്കൊക്കെ പഠിക്കാൻ വന്ന സമയത്ത് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ആദ്യം വന്ന് പഠിക്കാൻ MA ജോയിൻ ചെയ്ത സമയത്ത് തിരുവനന്തപുരത്ത് കാണുന്ന ഏതൊരാളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഓ കാഞ്ഞിരപ്പള്ളി അല്ലേ, ഇഷ്ടംപോലെ റബ്ബറൊക്കെ കാണുമല്ലേ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ആകെ 30 സെൻറ്റേ ഉള്ളൂ. എൻ്റെ മാതാപിതാക്കൾ ടീച്ചേഴ്സായിരുന്നു. അവർക്ക് റബ്ബർ വെക്കുവാനായിട്ട് നേരമില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് സ്ഥലമില്ല എന്നൊന്നും പറഞ്ഞു സമയം മെനക്കെടാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ ആരെ കണ്ടാലും ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ്. അത് വളരെ രസകരമായ രീതിയിൽ പറയുവാണെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഒരാൾ തിരുവനന്തപുരത്ത് എത്തുകയും തിരുവനന്തപുരത്തുള്ള ഒരു സുഹൃത്ത് ഈ കാഞ്ഞിരപ്പള്ളിക്കാരനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് തിരുവനന്തപുരത്തുള്ള സുഹൃത്തിന് പരിചയപ്പെടുമ്പോൾ ഉടനെ വരുന്ന ചോദ്യം, അച്ചായനല്ലേ റബ്ബറൊക്കെ ഉണ്ടല്ലേ എന്നുള്ളതാണ്. വന്നയാൾ ഒരു ബാലകൃഷ്ണൻ നായരായിരിക്കും. അയാൾ അച്ചായനുമല്ല, അയാൾക്ക് റബ്ബറും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സ്ഥലം എങ്ങനെയാണ്, ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരു മരവുമായിട്ട് ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് എങ്ങനെയാണ് ആ ഓർമ്മയിലേക്ക്, മനുഷ്യൻ്റെ ഓർമ്മയിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ സാമൂഹിക ഓർമ്മയിൽ കാഞ്ഞിരപ്പള്ളിക്കാരെ അടയാളപ്പെടുത്തുന്ന റബ്ബറും സുറിയാനി ക്രിസ്ത്യാനിയുമായിട്ടാണ്. ഇത് ഭയങ്കര രസകരമായ രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോട്ടത്തു നിന്നൊക്കെ ഇറങ്ങുന്ന ഈ മാവാരികൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അധികമൊന്നും ഇല്ലെങ്കിലും പണ്ട് ധാരാളം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. മനോരാജ്യം, മലയാള മനോരമയൊക്കെ പോലുള്ള ആഴ്ചപ്പതിപ്പുകളിലൊക്കെ ചില നോവലുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നു. ആ നോവലുകളിലെയൊക്കെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് റബ്ബർ രാവിലെ 3 മണിക്കും 4 മണിക്കും വെട്ടാൻ പോകുന്ന ഒരു വർക്കിയോ ഒരു ജോസഫോ ആയിരിക്കും. ബനിയനൊക്കെ ഇട്ട് നല്ല ആരോഗ്യ ദൃഢഗാത്രനായ അദ്ദേഹത്തോട് പ്രണയം തോന്നുന്ന ലില്ലിക്കുട്ടിയും, ആ ലില്ലിക്കുട്ടിയും വളരെ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയായിരിക്കും, വലിയൊരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയായിരിക്കും. അവർ തമ്മിലുള്ള പ്രണയമൊക്കെ ആയിരിക്കും. അവസാനം ഈ വർക്കിച്ചൻ ഈ ലില്ലിക്കുട്ടിയെ കല്യാണം കഴിക്കുന്നതും അങ്ങനെ ശുഭം, പണ്ട് മലയാള സിനിമ എഴുതി കാണിക്കുന്ന നല്ല രീതിയിൽ എൻ്റെ ചെയ്യുമ്പോൾ ശുഭം എന്ന് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സംസ്കാരമൊക്കെ കാഞ്ഞിരപ്പള്ളിക്കാരെ കുറിച്ചിട്ട് അങ്ങനെ വലിയ രീതിയിലുള്ള പ്രൊപ്പഗാൻഡയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇത് പ്രൊപ്പഗാൻഡ എന്നുള്ളതല്ല, ഇതൊരു സോഷ്യൽ റിഫ്ലക്സിറ്റീവാണ്. എങ്ങനെയാണ് നമ്മുടെ സാമൂഹിക ജീവിതം എന്നുള്ളത് ലിറ്റററി ടെക്സ്റ്റുകളിലൂടെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിക്ക് ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ അറിയാവുന്ന മമ്മൂട്ടി ഒരു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളിയിലെ പല ഭർത്താക്കന്മാരും ഭാര്യയുടെ നിയന്ത്രണത്തിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അദ്ദേഹം സിനിമയിൽ ഇങ്ങനെ പറയുന്നത്. അപ്പം വൈവിധ്യമായ രീതിയിലുള്ള ടെക്സ്റ്റുകൾ, ലിറ്റററി ടെക്സ്റ്റുകൾ, ഫിലിമിക് ടെക്സ്റ്റുകൾ ഒക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഡെപ്തിലേക്ക് നമ്മൾ പോവുകയാണ്. കാഞ്ഞിരപ്പള്ളിയെ കാഞ്ഞിരപ്പള്ളി ആക്കിയത് ഒരു സുറിയാനി ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഒരു റബ്ബറോ അല്ലെങ്കിൽ പ്ലാന്റേഷനോ ഒന്നുമല്ല എന്ന്. ദാറ്റ്സ് വാട്ട് എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി ടോട്ട് മീ ആൻഡ് ടീച്ചിങ് മീ ഈവൻ നൗ. അത് ശാസ്ത്രമാണ്. ബോട്ടണി എന്ന് പറയുന്ന ശാസ്ത്രമാണ്. അല്ലെങ്കിൽ സ്പെസിഫിക്കലി വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ എക്കണോമിക് ബോട്ടണി എന്ന് പറയുന്ന ശാസ്ത്രമാണ്. ബോട്ടണി ഡെവലപ്പ് ചെയ്തു വരുന്ന സമയത്ത് ബോട്ടണിയെ വിളിച്ചിരുന്ന പേര് എക്കണോമിക് ബോട്ടണി എന്നാണ്. കാരണം സസ്യശാസ്ത്രം അല്ലെങ്കിൽ ലൈഫ് സയൻസ് ഓഫ് പ്ലാന്റ്സ് എന്ന രീതിയിലല്ല, എങ്ങനെ പണം ഉണ്ടാക്കുവാനായിട്ട് ഈ സസ്യശാസ്ത്രത്തിന് സാധ്യമാകും എന്ന ഒരു രീതിയിലാണ് ബോട്ടണിയെ കണ്ടിരുന്നത്. ബോട്ടണി അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തു വന്നത്. ഈ ബോട്ടണിയുടെ ഡെവലപ്മെൻറ്റും ഒരു ചെറിയ പ്രദേശത്തെ സാമൂഹിക രീതിയിൽ വന്ന മാറ്റങ്ങളും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ദർ ഈസ് ആൻ ഇൻഎക്സ്ട്രിക്കബിൾ കണക്ഷൻ ബിറ്റ്വീൻ ബൊട്ടാണിക്കൽ സയൻസ് ആൻഡ് ദ വേ ഇൻ വിച്ച് എ പീപ്പിൾ ഇൻ എ പർട്ടിക്കുലർ മൈക്രോ റീജിയൻ ലിവ്ഡ് ആൻഡ് ഹു ആർ ലിവിങ് നൗ. ദാറ്റ്സ് വാട്ട്. അതിലേക്കാണ് ഞാൻ, ആ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. ബോട്ടണിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം ഇന്ത്യയുമായിട്ട് സംബന്ധിച്ച് ഞാൻ പറയാം. ഇന്ത്യയിൽ കൊളോണിയൽ ഭരണകാലഘട്ടത്തിൽ ധാരാളം ആൾക്കാർ, ഫോറസ്റ്റേഴ്സ്, സയൻറ്റിസ്റ്റ്, ബൊട്ടാണിക്കൽ എക്സ്പേർട്സ്, മെഡിക്കൽ സർജൻസ് ഒക്കെ ഇന്ത്യയിലുടനീളം ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. 18-ാം നൂറ്റാണ്ട് പകുതിയോടുകൂടി ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുക, ഇന്ത്യയിലെ മണ്ണിനെക്കുറിച്ച് പഠിക്കുക, ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുക, ഇന്ത്യയിലെ മരങ്ങളെക്കുറിച്ച് പഠിക്കുക, ഇന്ത്യയിൽ ഏതൊക്കെ രീതിയിലുള്ള കൃഷി രീതികളാണ് എന്ന് പഠിക്കുക, ഈ കാലാവസ്ഥയും കൃഷി രീതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുക. ഇതിനെ ഡേവിഡ് ആർണോൾഡ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ, അദ്ദേഹം ഒരു സയൻസ് ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം ട്രോപ്പിക്സ് ആൻഡ് ട്രാവലിംഗ് ഗെയ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അതിനെ വിളിക്കുന്നത് ദ ഐറ്റിനറൻറ്റ് സയൻസ് എന്നാണ്, ചുറ്റി നടക്കുന്ന ശാസ്ത്രം. അങ്ങനെ ചുറ്റി നടപ്പിലൂടെയാണ്, ആ ശാസ്ത്രബോധത്തിലൂടെയാണ്, ബൊട്ടാണിക്കൽ സയൻസിൻ്റെ ബോധത്തിലൂടെയാണ് സത്യത്തിൽ ഇന്ത്യയിൽ ഏതൊക്കെ തരത്തിലുള്ള ചെടികളാണ് ഇവിടെ വളരും എന്ന ശാസ്ത്രീയ ബോധ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടാകുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും അതേ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിങ്ങൾക്കറിയാം 1858 തീരുകയാണ്. 1857 ദ സിപ്പായി റിബല്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നൊക്കെ വിളിക്കുന്ന ആ സമരത്തിന് ശേഷം ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഇന്ത്യയുടെ ഭരണത്തെ എടുക്കുകയാണ്.
ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഇന്ത്യയുടെ ഭരണത്തെ എടുക്കുന്ന സമയത്ത് 1858 രാജ്ഞി ഒരു വിളംബരം, ക്യൂൻസ് പ്രൊക്ലമേഷൻ എന്നാണ് അതിന് പറയുന്നത്, വിടുന്നുണ്ട്. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട വാക്ക് ഇങ്ങനെയാണ്, ഒരു പാരഗ്രാഫ് ഇങ്ങനെയാണ്: ഹിയർ ആഫ്റ്റർ all the natural resources of India will be owned and managed by Her Majesty's Government എന്നാണ് പറയുന്നത്. ഇനിയും അങ്ങോട്ട് ഇന്ത്യയിലെ എല്ലാ പ്രകൃതി വിഭവങ്ങളും അതിൻ്റെ അധികാരം, അതിൻ്റെ ഉപയോഗം എല്ലാം തീരുമാനിക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ചുറ്റി നടക്കുന്ന ശാസ്ത്രം ഞാൻ പറഞ്ഞില്ലേ, അതായത് 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടുകൂടി 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ധാരാളം ബൊട്ടാണിസ്റ്റുകളും സയൻറ്റിസ്റ്റുകളും എത്നോഗ്രാഫേഴ്സും ആന്ത്രോപോളജിസ്റ്റുകളും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ചുറ്റി നടന്ന ഇന്ത്യയെക്കുറിച്ച് പല വിവരങ്ങളും ശേഖരിച്ചിരുന്നു. ആ വിവരങ്ങളുടെയൊക്കെ പാഠവൽക്കരണം അല്ലെങ്കിൽ ടെക്സ്റ്റുലൈസേഷൻ സംഭവിച്ചു. ഈ ഡേറ്റ എല്ലാം തന്നെ സെൻസസ്, ഗസറ്റിയേഴ്സ്, എക്സ്പെർട്ട് റിപ്പോർട്ട്സ് ഓൺ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഇങ്ങനെ പല റിപ്പോർട്ടുകളിലാണ് ഗവൺമെൻറ്റിന് മുമ്പിൽ കിട്ടുന്നത്. 1840 മുതൽ 1870 വരെ വലിയ ദീർഘമായ പഠനത്തിലൂടെ മാധവ് ഗാഡ്ഗിലെ എഴുതിയ റിപ്പോർട്ടിലും വലിയൊരു റിപ്പോർട്ട് ഒരു സ്കോട്ടിഷ് സർജൻ നമ്മുടെ കേരളത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, വെസ്റ്റേൺ ഗാർഡ്സിനെ കുറിച്ചിട്ട്. എഡ്വേർഡ് ഗ്രീൻ ബാൽഫോർ റിപ്പോർട്ട് എന്നാണ് അതിൻ്റെ പേര്. എഡ്വേർഡ് ഗ്രീൻ ബാൽഫോർ റിപ്പോർട്ടിൽ കേരളത്തിലെ പ്രത്യേകിച്ചും വെസ്റ്റേൺ ഗാർഡ്സിനെ കുറിച്ചുള്ള പഠനമാണ്. വെസ്റ്റേൺ ഗാർഡ്സിലെ ഈവൻ പച്ച പുല്ലുകളെ കുറിച്ച് പോലും, വെസ്റ്റേൺ ഗാർഡ്സിൽ ഏത് സമയത്ത് മഴ പെയ്യുന്നു, ആ മഴയുടെ ലഭ്യത കുറയുന്നത് എങ്ങനെ, ജലലഭ്യത കുറയുന്നത് എങ്ങനെ, വെസ്റ്റേൺ ഗാർഡ്സിൽ ഉണ്ടായിരുന്ന പ്ലാന്റേഴ്സ് എന്തുകൊണ്ടാണ് ഈ പല പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും അവർ വഴിയായത്, അവർക്കൊക്കെ വലിയ മാതൃകയായിട്ട് ഈ എഡ്വേർഡ് ഗ്രീൻ ബാൽഫോർ റിപ്പോർട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർണാടകയിൽ ഉണ്ടായിരുന്ന പല പ്ലാന്റേഷൻസും ചില ഭാഗങ്ങളൊക്കെ യൂറോപ്യൻ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് പിന്നെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല, അവരതിനെ അനുസരിക്കുകയാണ്. ഇനി ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകുമെന്നും ആ പാരിസ്ഥിതിക പ്രശ്നം ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കുമെന്നും അവർ മനസ്സിലാക്കുകയാണ്. സത്യത്തിൽ അങ്ങനെ നന്മയുള്ള പ്ലാന്റേഴ്സും ഉണ്ടായിരുന്നു. നന്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിഫിക്കലി ബോധ്യമുള്ള പ്ലാന്റേഴ്സ് അവർ തന്നെ റിസ്ട്രെയിൻ ചെയ്യുകയാണ്, അവർ തന്നെ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണ്. അങ്ങനെ ചില പ്ലാന്റേഷൻസ് ചിലയിടത്ത് നിർത്തുകയും ആ നിർത്തിയ സമയത്ത് അവിടെ അരുവികളും ജലാശയങ്ങളും വീണ്ടും റീജനറേറ്റ് ചെയ്യുകയും ചെയ്തതായിട്ട് റെക്കോർഡ്സ് പറയുന്നുണ്ട്. ഇതിനെ റിച്ചാർഡ് ഗ്രൗ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ, പാരിസ്ഥിതിക ചരിത്രത്തിലെ ഏറ്റവും നല്ല ചരിത്രകാരൻ റിച്ചാർഡ് ഗ്രൗ, അദ്ദേഹത്തിൻ്റെ ഗ്രീൻ ഇമ്പീരിയലിസം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിന് അദ്ദേഹം കോയിൻ ചെയ്യുന്ന വാക്ക് തന്നെ മെഡിക്കൽ ഡെസിക്കേഷനിസം എന്നാണ് പറയുന്നത്. ആക്ച്വലി ഹി വാസ് ട്രൈങ് ടു മെഡിക്കലൈസ് ജോഗ്രഫി. ഈ ഭൂമിശാസ്ത്രത്തെ, ഭൂപ്രദേശത്തെ പ്രശ്നങ്ങളെ വൈദ്യശാസ്ത്രവൽക്കരണം ചെയ്ത് അദ്ദേഹം പറയുകയാണ്, ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാരും പാവപ്പെട്ട കർഷകരും തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുമെന്നും അവരുടെ ജീവിതം ദുരിതത്തിലാകുമെന്നും എല്ലാ പാരിസ്ഥിതിക പ്രശ്നങ്ങളും അടിസ്ഥാനപരമായി പാവങ്ങളെയാണ് ബാധിക്കുന്നതെന്നും ഉള്ള വാദം ഈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ മുന്നോട്ട് വെക്കുകയാണ്, റിച്ചാർഡ് ഗ്രൗ മുന്നോട്ട് വെക്കുകയാണ്. ദിസ് ഇസ് കോൾഡ് ഡെസിക്കേഷനിസം അല്ലെങ്കിൽ മെഡിക്കലൈസേഷൻ ഓഫ് ജോഗ്രഫി എന്ന് പറയും. ഈ ഒരു ആശയം, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയം, അദ്ദേഹവുമായിട്ട് വളരെ തർക്കിച്ചിട്ടുള്ള ഒരു പാരിസ്ഥിതിക ചരിത്രകാരനായ രാമചന്ദ്ര ഗുഹ, അദ്ദേഹം റിച്ചാർഡ് ഗ്രൗവുമായിട്ട് വളരെ തർക്കമുണ്ടെങ്കിലും അദ്ദേഹം അതിനെ അനുകൂലിക്കുന്നുണ്ട്. അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, ഇഫ് യു ലുക്ക് അറ്റ് ഇന്ത്യൻ എൻവറോൺമെൻ്റലിസം ഈസ് ദ എൻവറോൺമെൻ്റലിസം ഓഫ് ദ പുവർ എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ഏതൊരു പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളും പാരിസ്ഥിതിക മുന്നേറ്റങ്ങളെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ചുരുക്കം ചില പ്രസ്ഥാനങ്ങൾ ഒഴിച്ചിട്ട് ബാക്കി പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ലീഡ് ചെയ്തിട്ടുള്ളത് പാവപ്പെട്ടവരായ മനുഷ്യരാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നർമ്മദ ബച്ചാവോ ആന്തോളൻ നോക്കുകയാണെങ്കിൽ, നർമ്മദ ബച്ചാവോ ആന്തോളനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ബുൾവർക്ക്, അതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് നിമത് വാലിയിലെ പാവപ്പെട്ട കർഷകരും ഗോത്രവർഗ്ഗക്കാരും. ഓഫ് കോഴ്സ് അതിന് ബാബ ആംദെ പോലെയോ അല്ലെങ്കിൽ മേധാ പട്കറിനെ പോലെയോ ബഹുഗുണയെ പോലെയുള്ള വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവരൊക്കെ നല്ല ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിൻ എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട ആൾക്കാരായിരുന്നു. ഈ പാവപ്പെട്ട ആൾക്കാരുടെ മുദ്രാവാക്യങ്ങളായിരുന്നു. അവർ ഈ ഡാം തുടങ്ങുന്ന സമയത്ത് മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത് കൊയ് നഹി ഹദേഗ ബാന്ത് നഹി ബനേഗ എന്നുള്ളത്, നോ വൺ ഈസ് ഗോയിങ് ടു മൂവ്, ദ ഡാം ഈസ് നോട്ട് ഗോയിങ് ടു ബി ബിൽറ്റ് എന്നുള്ളതായിരുന്നു. പക്ഷേ സ്റ്റേറ്റിൻ്റെ റിപ്രഷൻ കാരണം അവർ ഏറ്റവും അവസാനം ഗതികെട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഹമര ഗാവ് മേം ഹമര രാജ് എന്നുള്ളതാണ്. മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിനെ മറ്റൊരർത്ഥത്തിൽ ഇന്ത്യയിലെ പാവപ്പെട്ട ആദിവാസികളും കർഷകരും മുന്നോട്ട് വെക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പാവപ്പെട്ട പ്രശ്നങ്ങളെ മനസ്സിലാക്കിയ ഒരു ശാസ്ത്രബോധം ആർക്കുണ്ടായിരുന്നു? ഈ കമ്പനിയിലെ സയൻറ്റിസ്റ്റിനുണ്ടായിരുന്നു. ആ കമ്പനിയിലെ സയൻറ്റിസ്റ്റിൻ്റെ ആ ശാസ്ത്രബോധത്തെ പക്ഷേ ഗൗനിക്കാതെ, അവിടെയാണ് ദ ടേൺ ഓഫ് എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി സംഭവിക്കുന്നത്. അതുവരെ ഉണ്ടാക്കിയെടുത്ത ജ്ഞാനോൽപാദനങ്ങളെ മൊത്തം
അധികാരം മെയിൻറ്റെയിൻ ചെയ്യുവാനും അതുപോലെ തന്നെ ലാഭത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബ്രിട്ടീഷ് എംപയറിനെയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ആ ബ്രിട്ടീഷ് എംപയറിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തെ ഇവിടെ നിലനിർത്തുക, അതുപോലെ യൂറോപ്യൻസ് ആയിട്ടുള്ള പ്ലാന്റേഴ്സിനെയും യൂറോപ്യൻസ് ആയിട്ടുള്ള മറ്റ് മാനുഫാക്ചറേഴ്സിനെയും ഇൻഡസ്ട്രിയലിസ്റ്റിനെയും അവരുടെ ലാഭത്തിലേക്ക് അവരെ വഴി നയിക്കുക എന്നുള്ളതായിരുന്നു. അതിന് ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു ബോട്ടണിയാണ് ഇന്ത്യയുടെ പാരിസ്ഥിതിക ചരിത്രത്തെ ഡിറ്റർമിൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് ഞാൻ പറഞ്ഞു. ഇന്ത്യയിലെ ഏതൊക്കെ രീതിയിലുള്ള പാരിസ്ഥിതിക മാറ്റങ്ങൾ, ഈ അന്നൊരു പാരിസ്ഥിതിക മാറ്റം എന്നൊക്കെ ഉള്ളൊരു വാക്ക് ഞാനിപ്പം നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. അന്ന് പാരിസ്ഥിതിക മാറ്റം എന്നല്ല പറയുന്നത്. എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറയുന്ന വാക്ക് തന്നെ വരുന്നത് 20th സെഞ്ച്വറി തന്നെയാണ്. 1950s കൂടിയാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന വാക്ക് അത് പ്രധാനപ്പെട്ട ഒരു ഉപയോഗ രീതിയായിട്ട് മാറുന്നത്. 1970 മുതൽ അല്ലെങ്കിൽ 72 സ്റ്റോക്ക്ഹോം ഡിക്ലറേഷനോടുകൂടിയാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത്. കാരണം ഒരു ഭൗമബോധം അല്ലെങ്കിൽ പ്ലാനറ്ററി കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്ന ഒരു സമയമാണ്. പക്ഷെ അതിനു മുമ്പ് അങ്ങനെ ഒരു ബോധമില്ല. അങ്ങനെ ഒരു ബോധമില്ലായിരുന്ന കാലഘട്ടത്തിൽ പരിസ്ഥിതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൊളോണിയൽ എംപയറിൻ്റെ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗാർഡൻ മേക്കിംഗ് പ്രോസസ്സായിരുന്നു. പൂന്തോട്ട രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്കതിനെ വിളിക്കാം. നമ്മൾ ഇന്നും അതിനടിമകളാണ്. അവിടെയാണ് മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യുന്നത്. കാര്യം യൂറോപ്യൻസ് ഉണ്ടാക്കിയെടുത്ത പ്ലാന്റേഴ്സ് ഉണ്ടാക്കിയെടുത്ത മൂന്നാറിൽ നമ്മൾ ചെന്ന് കഴിയുന്ന സമയത്ത് ഇന്നും നമ്മളൊരു ടൂറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധാരണ ഒരു ഫാമിലി ടൂറിനോ ഒക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ ആദ്യം കേൾക്കുന്ന വാക്കെന്ന് പറയുന്നത് വാട്ട് ആൻ എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. ഞാൻ UC കോളേജിൽ നിന്ന് പിള്ളേരെ കൊണ്ട് മൂന്നാറിൽ ടൂറിന് പോകുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ പിള്ളേർ പറയായിരുന്നു, സാറേ എന്തൊരു പ്രകൃതി ഭംഗിയാണല്ലോ, എന്തൊരു എൻവയോൺമെൻറ്റ്. അപ്പം ഞാൻ ചോദിക്കും, ഈ നമ്മളുടെ കൊച്ചിയിൽ ഇങ്ങനെ ഒരു പ്രകൃതി ഭംഗിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും അവിടെ എല്ലാം കൊതുകല്ലേ എന്ന് പറയും, കൊതുക്. പക്ഷേ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗാർഡൻ ലുക്ക് ഉണ്ടല്ലോ, ഒരു ഗാർഡൻ ലുക്ക്, ഒരു എസ്തെറ്റിക്സ് നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. ഇന്നും അതുകൊണ്ട് നമ്മുടെ ധാരണ അത് തന്നെയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുരോഗതി. അന്നവർ പുരോഗതി എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ വികസനം എന്നാണ് പറയുന്നത്. അങ്ങനെ മൂന്നാറിലേക്കും വയനാട്ടിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ചില മരങ്ങൾ, ചില ചെടികൾ വന്ന വഴികളുണ്ട്. ഉദാഹരണത്തിന് ഒരു ചെടി, സിങ്കോണ എന്ന് പറയുന്നൊരു ചെടി നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. സിങ്കോണയിൽ നിന്നാണ് നമ്മൾ ഈ മലേറിയയ്ക്കുള്ള ആൽക്കലോയിഡ് ക്വിനൈൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. സിങ്കോണ മരം വളരുന്നത് ലാറ്റിൻ അമേരിക്കയിൽ പെറുവിലായിരുന്നു. അതിനെ ആൻറ്റിയൻ ബാർക്ക് എന്നാണ് വിളിക്കുന്നത്. ആൻറ്റിയൻ ഫോറസ്റ്റിലായിരുന്നു വളരുന്നത്. ഇതിനെക്കുറിച്ച് പെട്ടെന്ന് വളരെ രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. ഒരു റെഡ് ഇന്ത്യൻ ഒരു പ്രാവശ്യം പനി പിടിച്ച് അദ്ദേഹം ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്ന സമയത്ത് ഒരു വളരെ അവശനായ ഒരു സിംഹം, അതും പനി പിടിച്ചത് തന്നെയാണ്, ഒരു കുളത്തിലേക്ക് വീഴുകയും ഒരു അരമണിക്കൂറിന് ശേഷം സിംഹം വളരെ ശക്തി പ്രാപിച്ച് പനിയെല്ലാം മാറി തിരിച്ചു കയറി വരുന്നത് കണ്ടു. ദിസ് ഈസ് ആക്ച്വലി ഒരു ഒബ്സർവേഷനാണ്. ഇൻഡിജിനസ് നോളജ് അങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്, അമേരിക്കൻ നോളജ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ വെള്ളത്തിലെന്തോ ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള എന്തോ സംഗതിയുണ്ട്. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ പനിക്കും വളരെ കുറവായി. അദ്ദേഹം നോക്കിയപ്പോൾ ആ ജലാശയത്തിലേക്ക് ഒരു മരം വീണ് കിടപ്പുണ്ട്. അതിൻ്റെ 2-3 കമ്പ് ബ്രാഞ്ചൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് പോയി അദ്ദേഹത്തിൻ്റെ ഗോത്രവർഗത്തിലുള്ള ആൾക്കാരുടെ പനി മാറ്റി എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് എ ട്രഡീഷണൽ നോളജ് സിങ്കോണയുടെ. പക്ഷേ ഈ നോളജിനെ ഒരു രീതിയിലും ടാപ്പ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് അവർക്കില്ല, മനുഷ്യർക്കില്ല. പക്ഷേ ജെസ്യൂട്ട് പ്രീസ്റ്റ് സ്പാനിഷ് സെറ്റിൽമെൻറ്റിൻ്റെ സമയത്ത് സ്പാനിയാർഡ്സും ഡച്ച് പീപ്പിളും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ കോളനിയാക്കിയ ലാറ്റിൻ അമേരിക്കയിൽ ഈ പെറുവിലേക്ക് ചെന്ന സമയത്ത്, ജെസ്യൂട്ട്സ് ചെന്ന സമയത്താണ് ഈ ഒരു ഓറൽ ട്രഡീഷൻ അവർക്ക് കിട്ടുന്നതും. ആ ഓറൽ ട്രഡീഷൻ പിന്നീട് അവർക്ക് മനസ്സിലായി ഇതിൽ വലിയൊരു മെഡിസിനൽ പ്രോപ്പർട്ടി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് വലിയ ഗവേഷണം നടത്തണമെന്ന് മനസ്സിലാക്കുകയും ആ ഗവേഷണങ്ങൾ നടന്ന ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൊട്ടാണിക്കൽ സെൻറ്ററിൻ്റെ പേര് തന്നെ ഗാർഡൻസ് കൂട്ടിയാണ്. ലണ്ടനിലാണത്. അതിന് പറയുന്ന പേരാണ് ക്യൂ ഗാർഡൻസ് എന്നാണ് പറയുന്നത്. KEW ഗാർഡൻസ്, അല്ലെങ്കിൽ റോയൽ ബൊട്ടാണിക് ഗാർഡൻസ് എന്ന് പറയും. ഞാനവിടെ പോയിട്ടുണ്ട്. ഞാൻ ഇന്നും നമ്മുടെ ഇവിടെയുള്ള എല്ലാ തരത്തിലുള്ള എല്ലാ മരങ്ങളെയും ഇന്നും അവിടെ സൂക്ഷിക്കുന്നുണ്ടെന്നാണ്. നമ്മുടെ ഇവിടെ ഇല്ലാത്തത് പോലും ഇന്ന് ക്യൂവിലുണ്ട് എന്നുള്ളത് എൻ്റെ പ്രത്യേകത. നമ്മുടെ രേഖകൾ അവരുടെ കയ്യിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പ്ലാന്റ് വരുത്തി ഇന്നും അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ക്യൂവിലേക്ക് കൊണ്ടുപോയും അവിടെ വലിയ പഠനങ്ങൾക്ക് ശേഷം അവർക്ക് മനസ്സിലായി ഈ ആൻഡിയൻ ഫോറസ്റ്റിൽ പെറുവിലുണ്ടാകുന്ന പെറുവിയൻ ബാർക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ ബാർക്ക് അതൊരു റെഡ് ലെഡ്ജറിയന എന്ന് പറയുന്നൊരു വിഭാഗത്തിൽപ്പെട്ട ഈ ബാർക്ക്, ഈ മരം ഉണ്ടാകണമെങ്കിൽ ലോകത്തിൽ അതിനനുയോജ്യമായ കാലാവസ്ഥ ഒരിടത്ത് മാത്രമേ ഉള്ളൂ എന്ന് അവർ കണ്ടുപിടിക്കുകയാണ്. അത് ഒന്ന് ഊട്ടി, മറ്റൊന്ന് മൂന്നാറുമായിരുന്നു. അങ്ങനെ നമ്മുടെ മൂന്നാറിൽ ആദ്യമായിട്ട് വന്ന പ്ലാന്റേഷൻ എന്ന് പറയുന്നത് സിങ്കോണ പ്ലാന്റേഷനാണ്. ഇന്നതില്ല. പക്ഷേ ഊട്ടിയിൽ ഇന്ന് 2 പ്ലാന്റേഷൻ സിങ്കോണ ഇന്നും ഉണ്ട്. നടുവട്ടം ദൊടബട്ട എന്ന് പറയും. ആ രണ്ടിടത്തും ഇന്ന് സിങ്കോണ മരങ്ങളുണ്ട്. പിന്നീട് സിന്തറ്റിക് ക്വിനൈൻ കണ്ടുപിടിച്ച സമയത്ത് ഇതിൻ്റെ ആവശ്യമില്ലാതായി മാറുകയും പിന്നെ അവരതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. നെക്സ്റ്റ് എന്താണ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇവിടെ സിങ്കോണ മരം വെച്ച് പിടിപ്പിച്ച് ആ സിങ്കോണ മരത്തിൽ നിന്നും ക്വിനൈൻ ഉൽപ്പാദിപ്പിച്ചെടുത്ത് ആ ക്വിനൈനെ ടാബ്ലറ്റാക്കി, ആ ടാബ്ലറ്റ് ആരെ സഹായിച്ചു? ബ്രിട്ടീഷ് എംപയറിനെ സഹായിച്ചു. എല്ലാ യൂറോപ്യൻ എംപയേഴ്സിനെ സഹായിച്ചു.
ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ദ ഹണ്ട് ഫോർ ദ ആഫ്രിക്കൻ കോളനീസ്, അതിന് സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്ക എന്നാണ് പറയുന്നത്. ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട കോളനിയിൽ ആ സമയത്ത് എല്ലായിടത്തും മലേറിയ മൂലം 78% യൂറോപ്യൻ മിലിറ്ററി ഓഫീസേഴ്സ് മരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ ക്വിനൈൻ്റെ വരവോടുകൂടി ഒറ്റയാൾ പോലും മരിക്കാത്ത അവസ്ഥയിലേക്ക് മാറി. അപ്പം പെറുവിലുണ്ടായിരുന്ന ഒരു മരം, ആ മരത്തിനെ കുറിച്ച് പഠിച്ചത് ലണ്ടനിൽ, ആ മരത്തെ വീണ്ടും ഉൽപ്പാദിപ്പിച്ചെടുത്തത് ഇന്ത്യയുടെ മണ്ണിൽ, ഇന്ത്യയുടെ കാലാവസ്ഥയിൽ, അതുപയോഗിച്ച് ആഫ്രിക്കയിലെ കൊളോണിയലിസ്റ്റിനെ രക്ഷപ്പെടുത്തി, ഇന്ത്യയിലെ പ്ലാന്റേഴ്സിനെയും രക്ഷപ്പെടുത്തി. ഇതാണ് മരത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. ആ മരം അതറിയുന്നില്ല. ആ മരം അറിയാതെ തന്നെ ആ മരത്തിന് വ്യത്യസ്തമായ രീതിയിലുള്ള ഉപയോഗങ്ങൾ എംപയർ കണ്ടെത്തുകയാണ്. ഇതാണ് ആദ്യത്തെ പ്ലാൻ ട്രാൻസ്ഫറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥ എന്ന് പറയുന്നത്. രണ്ടാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ടീ ആണ്. ടീ നമ്മുടെ ഇവിടെ ടീ ഇല്ലായിരുന്നു. നമുക്ക് വൈൽഡ് ടീ എന്ന് പറയുന്ന ഒരു ഇത് മാത്രമേ ഉള്ളായിരുന്നു. അത് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചായ കുടിക്കുന്ന പോലൊന്നും അതിന് സുഖം കിട്ടത്തില്ല. അപ്പോൾ ചായ ആദ്യമായിട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സിങ്കോണ കഴിഞ്ഞതിന് ശേഷം മൂന്നാറിൽ ആദ്യമായി പ്ലാന്റേഷൻസ് വരുന്നത് 1890s ആ ഏരിയാസ് മൊത്തം പിന്നെ ടീ പ്ലാന്റേഷനിലേക്ക് മാറുകയാണ്. കാക്കയില്ലാത്ത മൂന്നാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഈ മൂന്നാറിൽ യാതൊരു രീതിയിലുള്ള വേസ്റ്റും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. കാക്ക സ്കാവഞ്ചർ, ഗ്രേറ്റ് സ്കാവഞ്ചർ നമ്മൾ വിളിക്കുന്ന കാക്ക, ആ പക്ഷി എവിടെ ഇല്ലായിരുന്നു. അത്ര സുന്ദരമായ സ്ഥലത്തേക്കാണ് ഈ ടീ പ്ലാന്റേഷൻസ് വരുന്നത്. ടീ പ്ലാന്റേഷൻസിൻ്റെ കൂടെ വരുന്നത് ബാക്കിയുള്ള യൂറോപ്യൻ സെറ്റിൽമെൻറ്റ്സ് ആണ്. അത് ഹിൽ ടൂറിസത്തിലേക്ക് നയിക്കുന്നു. അവിടെ വലിയ ഗെയിംസ് നടത്തുന്നു, ഗെയിം ഹണ്ടിങ് നടത്തുന്നു. ഒരാഴ്ച 22 കടുവ വരെ വെടിവെച്ചിട്ട് റാണികറിനെ പോലുള്ള വേട്ടക്കാർ അവിടെ മൂന്നാറിൽ വിലസി നടക്കുന്നു. മൂന്നാറിലും ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളിലും നടന്ന ഈ ടൈഗർ വേട്ടയുടെ പിക്ചേഴ്സ് എടുത്തിട്ട് അത് പോസ്റ്റ് കാർഡാക്കിയിട്ട് യൂറോപ്പിലേക്ക് അയച്ച് ഇങ്ങോട്ട് വരാം, ഇവിടെ ടൈഗർ ഫ്രീ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന ഒരു ന്യൂസ് അവർ അങ്ങോട്ട് വിടുകയും ധാരാളം പ്ലാന്റേഴ്സ് വരികയും അങ്ങനെ പ്ലാന്റേഴ്സ് ഇവിടെ ടീ പ്ലാന്റേഷൻ തഴച്ചു വളരുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ബെവറേജ് കൾച്ചറിനെ തന്നെ മാറിപ്പോയല്ലേ. നമ്മളിപ്പോൾ ഒരു ചായക്കടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലോ ചെന്നിട്ട് നമ്മളൊരു ചായ എന്ന് പറയുന്ന സമയത്ത്, ഇല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷീണിതരായിട്ട് നമ്മൾ പറയുക നമുക്കെന്നാൽ ഒരു ചായ കുടിക്കാം എന്ന് നമ്മൾ പറയുന്ന ആ വാക്കിലേക്ക് പോലും, ആ അട്രൻസിൽ പോലും മച്ച് വെയിറ്റ് ഓഫ് ഹിസ്റ്ററി ഇസ് ദെയർ എന്ന് ഞാൻ പറയും. ഇറ്റ് ക്യാരീസ് മച്ച് വെയിറ്റ് ഓഫ് ഹിസ്റ്ററി. എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് സംഭവിച്ച വലിയ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് മൂലമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ചായ വരുന്നത്. ആ ചായയുടെ ബാക്കിലിരിക്കുന്നതും ഈ ബോട്ടണി തന്നെയാണ്. അതിലേക്ക് വേണ്ട മേജർ റിസർച്ചുകൾ മൊത്തം നടത്തിയതും ബൊട്ടാണിസ്റ്റുകളാണ്. ആ ട്രീ എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളത് തന്നെ നമ്മൾ പരിശോധിക്കണം. കാരണം ഈ ചായ ചെടികളെ ചൈനയിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത്, അല്ലെങ്കിൽ സിങ്കോണയെ കൊണ്ടുവരുന്ന സമയത്ത്, ചുമ്മാ ചെടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ അത് നിലനിൽക്കത്തില്ല. കാര്യം അത് ഡിക്കേ ആയി പോകും. ഇന്ത്യയിലേക്ക് യൂറോപ്പിൽ നിന്നും ക്യൂവിൽ നിന്നും ഒരു ചെടി ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ അന്ന് 24 ദിവസമാണ് കപ്പൽ വഴി വരണമെന്നുണ്ടെങ്കിൽ. ആ 24 ദിവസം കൊണ്ട് ഈ ചെടിയിൽ 250 ചെടി സാപ്ലിങ്സ് ഉണ്ടെങ്കിൽ അതിന് 10 ഒക്കെയാണ് ഇവിടെ വരുന്നതെന്നാണ്, ബാക്കിയൊക്കെ നശിച്ചു പോവുകയാണ്. അതുകൊണ്ട് പ്രത്യേക ഒരു കേസ് അവർ കണ്ടെത്തി. ആ കേസിൻ്റെ പേരാണ് വാർഡിയൻ കേസ് എന്ന് പറയും. വാർഡിയൻ കേസ് 2-3 ഞാൻ ക്യൂവിൽ പോയപ്പോൾ കണ്ടായിരുന്നു. നമ്മുടെ ഒരു കോഴിക്കോടൊക്കെ പോലെയാണ്. ചെറിയ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് കോഴിക്കോട് ഒരു സ്ട്രക്ചർ, അതിൻ്റെ അകത്ത് പ്രത്യേക രീതിയിലുള്ള ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആണ് ഈ പ്ലാന്റ്സിനെ ഇവർ വളരെ സൗകര്യപൂർവ്വം അതിന് ഒരു പ്രശ്നവും കൂടാതെ പല സ്ഥലങ്ങളിലേക്ക് പായിച്ചത്. ഇതിനെയാണ് ബൊട്ടാണിക്കൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലിയർലി പറയുകയാണെങ്കിൽ പ്ലാന്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ചെടികളുടെ ട്രാൻസ്ഫറിലൂടെയാണ് ഈ കൊളോണിയലിസത്തിനെ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിച്ചത്. അവർക്ക് പുതിയ പുതിയ ഭൂമികളെ കൈയടക്കുവാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ ഡച്ചുകാരുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ അമിതാവ് ഘോഷ് ഈ അടുത്ത കാലത്തിൽ ഒരു 1.5 വർഷമായി ദ നട്ട്മഗ് കേഴ്സ് എന്ന് പറയുന്ന ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ഇന്തോനേഷ്യയിലുണ്ടായിരുന്ന 18-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ബാൻഡനീസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വർഗ്ഗക്കാർക്ക് മാത്രമായിരുന്നു ഈ നട്ട്മഗ് ജാതിക്ക കൃഷി ചെയ്യാനായിട്ട് കഴിവുണ്ടായിരുന്നു. ഡച്ചുകാർ അവിടെ ചെല്ലുകയും അവിടെ ഉണ്ടായിരുന്ന ഇൻഡിജിനിയസ് പോപ്പുലേഷനെ കുറേ പേരെ കൊന്നെടുക്കുകയും കുറേ പേരെ നാട് കടത്തുകയും ചെയ്തതിന് ശേഷം ഈ ജാതിക്കയുടെ കൃഷിയും അതുപോലെ ജാതിക്കയുടെ എക്സ്പോർട്ടും എല്ലാം അവരുടെ കയ്യിലായി മാറിയെന്നുള്ളതാണ്. അതിനെയാണ് നട്ട്മഗ് കേഴ്സ്, ജാതിക്കയുടെ ശാപം എന്ന് അമിതാവ് ഘോഷ് വിളിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കൃഷി രീതി നശിപ്പിക്കുകയും ആ കൃഷി അല്ലെങ്കിൽ ആ ഉൽപ്പാദനം ചെയ്തെടുക്കുന്ന ജാതിക്കയെ ഒരു യൂറോപ്യൻ കൊളോണിയൽ മൊണോപ്പൊളിയാക്കി മാറ്റുകയും ചെയ്ത ഒരു സംഗതിയാണ്. അപ്പം ഏതൊരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഉള്ള നേറ്റീവായിട്ടുള്ള പ്ലാന്റ്സിനെ ഒന്നുകിൽ അവിടെ ചെന്ന് അതിനെ കൊളനൈസ് ചെയ്യും, ഇല്ല എങ്കിൽ അവിടുന്ന് പറിച്ച് മറ്റ് സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എംപയറിനെ സൃഷ്ടിക്കുന്ന, ബോട്ടണി ആൻഡ് എംപയർ മേക്കിംഗ് വെൻറ്റ് ഹാൻഡ് ഇൻ ഹാൻഡ് എന്നാണ് പറയുന്നത്. ബൊട്ടാണിക്കൽ സയൻസിലെ ഡെവലപ്മെൻറ്റും എംപയർ സാമ്രാജ്യത്തിൻ്റെ വികസനവും രണ്ടും ഒരേ രീതിയിൽ നടക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു എന്ന് പല പാരിസ്ഥിതിക ചരിത്രകാരന്മാരും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പെട്ടെന്ന് എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇതുവരെ ഞാൻ പറഞ്ഞത് ഒരു ഓവറോൾ കോണ്ടെക്സ്റ്റാണ്.
നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ വലിയ തോട്ട വ്യവസായങ്ങളാണ് ചായയും അല്ലെങ്കിൽ തേയിലയും കാപ്പിയും എന്ന് പറയുന്നത്. അവിടെ വലിയ മുതലാളിമാർ മാത്രമേ ഉള്ളൂ. പക്ഷേ കൊച്ചു മുതലാളിമാരെ സൃഷ്ടിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്ലാന്റാണ് റബ്ബർ എന്ന് പറയുന്നത്. കൊച്ചു മുതലാളി എന്ന ഭാഷ തന്നെ വരുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിലരെ കൊച്ചു മുതലാളി എന്ന് വിളിച്ചാൽ തന്നെ അവർക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ 100 രൂപ കടം കിട്ടണമെന്നുണ്ടെങ്കിൽ കൊച്ചു മുതലാളി എന്നാണ് വിളിക്കുന്നത് ആദ്യം. അപ്പോൾ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആൾ കൊച്ചു മുതലാളി എന്ന് പറയുമ്പോൾ തന്നെ 100 രൂപ അവന് എടുത്തു കൊടുക്കും എന്നുള്ളതാണ്. കാര്യം അതൊരു സ്റ്റാറ്റസ് ആണ്. അപ്പം ചെറുകിട കർഷകർക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ മൂലധനമുള്ള കർഷകർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയിലേക്ക് മുണ്ടക്കയം എന്ന് പറയുന്ന ഒരു പ്രദേശം മാറിയ ഒരു ചരിത്രമുണ്ട്. 1900 അല്ലെങ്കിൽ 1900 കൃത്യമായി പറഞ്ഞാൽ 1903 മുതൽ ആ മാറ്റത്തിലേക്ക് നയിച്ചത് ഒരു ഐറിഷ് ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോൺ ജോസഫ് മർഫി എന്ന് പറയും. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് 1899 കണ്ണൻ ദേവൻ കമ്പനിയിൽ അദ്ദേഹം ആദ്യം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ തേയിലയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് കാർഡമം ഏലത്തിലേക്ക് മാറുകയും കുമളിക്കടുത്തുള്ള പാമ്പാടുംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ഏലക്കൃഷി ചെയ്ത് വലിയ ധനാഢ്യനാകുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ലക്ക് വരുന്നത് അദ്ദേഹം റബ്ബർ പ്ലാന്റേഷനിലേക്ക് തിരിയുമ്പോഴാണ്. 1902 തട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യത്തെ റബ്ബർ പ്ലാന്റേഷൻ വരുന്നുണ്ട്. അതിനുമുമ്പ് ചെറിയൊരു ചരിത്രമുണ്ട് കേട്ടോ. കാര്യം തിരുവിതാംകൂർ രാജാവ് വരുന്ന വിശാഖം തിരുനാൾ അദ്ദേഹം ഒരു ചെറിയൊരു ബൊട്ടാണിസ്റ്റൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് ബോട്ടണിയിലൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് കുറച്ച് റബ്ബർ ചെടികൾ കിട്ടുന്നത്. 27 റബ്ബർ ചെടികൾ അദ്ദേഹത്തിൻ്റെ കൈ കിട്ടുന്നുണ്ട്, വിശാഖം തിരുനാളിൻ്റെ കൈ കിട്ടുന്നുണ്ട്. അത് ഡയറക്റ്റ് വരുന്നത് ഈ RBG അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ക്യൂ ഗാർഡൻസിൽ നിന്നാണ്. അപ്പോൾ രാജാവ് നോക്കിയപ്പോൾ ഇത് കൊള്ളാൻ നല്ലൊരു മരമാണ് എന്ന് വിചാരിച്ച് അദ്ദേഹം അതിന് പറ്റിയ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ കൃഷി ചെയ്യാൻ പറ്റുമെന്നൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞു. അതിലൊരു മരം എടുത്തിട്ട് നമ്മുടെ നേപ്പിയർ മ്യൂസിയത്തിൽ അത് വെച്ചിട്ടുണ്ട്. ഇന്നേണ്ട 150 വർഷമായി ആ റബ്ബർ മരം ഇന്നും അവിടെ നിൽപ്പുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ അത് റബ്ബർ മരമാണ് തിരിച്ചറിയത്തില്ല. കാര്യം അത് നിന്ന് ഈ കാലഘട്ടം കൊണ്ടത് മറ്റൊരു രൂപം അതിന് കൈവന്നിരിക്കുകയാണ്. ഒരു റബ്ബർ മരത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 100-100-ലധികം വർഷമാണ്. പക്ഷേ അതിന് പ്രൊഡക്റ്റീവായിട്ടുള്ള ആയുസ് എന്ന് പറയുന്നത് 30 വർഷമാണ്. ഒരു റബ്ബർ മരം വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 7ാമത്തെ വർഷം അവർക്ക് നമുക്ക് ടാപ്പ് ചെയ്യാനായിട്ട് പറ്റും. ആ 7 വർഷം മുതൽ 25 വർഷം, അതായത് ആകെ ഇത് വെച്ചത് കഴിഞ്ഞ് ഒരു 25-30 വർഷം വരെ നമുക്ക് ഈ റബ്ബർ മരം ടാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നല്ല ഈൽഡ് കിട്ടും. അതിനുശേഷം വളരെ ക്രൂരമായ ഒരു മർഡറിനാണ് ഈ റബ്ബർ മരം വിധേയപ്പെടുന്നത്, അല്ലെങ്കിൽ അതിനെ വിധേയപ്പെടുത്തുന്നത്. അതിന് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന സ്ലോട്ടർ വിട്ടുക എന്നുള്ളതാണ്. സ്ലോട്ടർ നമുക്കറിയാം. സ്ലോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗത്തെ കൊല്ലുന്ന ഒരു സംഗതിയാണ്. ഈ മരത്തെ കൊല്ലുന്ന രീതിയിൽ സ്ലോട്ടറിന് കൊടുക്കുക എന്നുള്ളത്. ഇതിലെല്ലാം കയറി വെട്ടി മാക്സിമം ലാറ്റക്സിനെ ഊറ്റിയെടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതിന് കടുംവെട്ടെന്ന് പറയുന്നൊരു വാക്കുണ്ട്. കടുംവെട്ട് ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയാറില്ല, അവരൊരു കടുംവെട്ടാന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വെട്ട് രീതിയാണ് ഈ റബ്ബർ മരത്തോട് പ്രയോഗിക്കുന്നത്. പക്ഷേ ഈ റബ്ബർ മരത്തിൻ്റെ വരവ് മർഫിയോടുകൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യവസ്ഥാപരമായ രീതിയിൽ അതിൻ്റെ കൾട്ടിവേഷൻ തുടങ്ങുന്നത്. രാജാവിന് സാധിച്ചില്ല. പക്ഷേ രാജാവ് സ്ഥലം കൊടുത്തു. പൂഞ്ഞാർ രാജാക്കന്മാരും മറ്റ് സാമന്ത രാജാക്കന്മാരും ഒക്കെ ധാരാളം സ്ഥലങ്ങൾ വർഷക്കണക്കിന് ലീസ് എഗ്രിമെൻറ്റ് വെച്ച് മർഫിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മർഫി ആദ്യത്തെ പ്ലാന്റേഷൻ ഏന്തയാർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് തുടങ്ങുന്നത്. ഏന്തയാർ മുണ്ടക്കയത്തിന് അടുത്തുള്ളൊരു സ്ഥലമാണ് ഏന്തയാർ എന്ന് പറയുന്നത്. അന്നൊന്നും അവിടെ ജനവാസമൊന്നുമില്ല. ഞാനവിടെ ഈ അടുത്ത കാലത്ത് ഒരു അന്വേഷണമായി ചെന്ന സമയത്ത് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, ഈ മർഫി ഈ റബ്ബർ മരം വെക്കുന്നതിന് മുമ്പ് എന്ത് മരങ്ങളായിരുന്നു ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഏറ്റവും മെയിനായിട്ട് ബാമ്പു ആയിരുന്നു. ആ ബാമ്പു മുഴുവൻ വെട്ടിക്കളഞ്ഞ് മറ്റു വലിയ മരങ്ങളും വെട്ടിക്കളഞ്ഞിട്ടാണ് ഈ റബ്ബർ മരം കൊണ്ടുവരുന്നത്. പക്ഷേ മർഫിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു എൻലൈറ്റൻഡ് റബ്ബർ പ്ലാന്റർ ആയിരുന്നു. അദ്ദേഹം വളരെ ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന, തൊഴിലാളികളെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്ററായിരുന്നു. തൊഴിലാളികൾക്ക് ആദ്യമായി പണമായി തന്നെ ശമ്പളം കൊടുക്കുവാനായിട്ട് തുടങ്ങി. കോട്ടയത്ത് ഒരു പ്രത്യേക ഒരു ബാങ്കിൽ നിന്നുമാണ് ശമ്പളം എടുക്കാനായിട്ട് പോകുന്നത്. അത് വലിയ കേസിലാണ്, വലിയ സുരക്ഷാ സന്നാഹത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ പണപ്പെട്ടി ഈ ഏന്തയാറിൽ വരുന്നത്. തൊഴിലാളികൾക്ക് പുതിയ നോട്ട് തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു. അങ്ങനെ തൊഴിലാളികൾ വളരെ സന്തോഷത്തോടെ അവിടെ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 1904 മുതൽ മർഫി ഏന്തയാറിൽ ഉണ്ടാക്കിയെടുത്ത്. ഏന്തയാർ എന്ന് പറയുന്ന വാക്കിന് വരുന്നത് എൻ തയ്യാർ എന്നുള്ള ഒരു പദത്തിൽ നിന്നാണ്. എൻ്റെ അമ്മ എന്നർത്ഥം വരുന്ന ഒരു തമിഴ് വീടിൽ നിന്നാണ്. കാര്യം ഇദ്ദേഹത്തിന് ഒരു മദ്രാസ് കണക്ഷൻ ഉണ്ടായിരുന്നു, ശ്രീലങ്ക കണക്ഷനൊക്കെ ഉണ്ടായിരുന്നു മർഫിക്ക്. അങ്ങനെ ഏൻ തായാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഏന്തയാറിലൊരു റിവറുണ്ട്. ആ റിവറുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചില സ്ഥലനാമ ചരിത്രങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ എങ്കിലും ഈ മർഫിയുടെ അമ്മയോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടം തന്നെയാണ്. മർഫി അവിടെ ഒരു സംസ്കാരത്തെ തന്നെ മാറ്റുകയായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന ഒരു വ്യവസ്ഥ ഏന്തയാർ മുണ്ടക്കയം എന്ന് പറയുന്നൊരു പ്രദേശത്ത് ഉണ്ടാകുകയാണ്.
ആ സമയത്ത് കേരളത്തിൽ അങ്ങനെ അധികം ശമ്പളം കിട്ടുന്ന ഒരു കൃത്യമായ സ്ഥലങ്ങളില്ല. നിങ്ങൾ അടിമയായി ജോലി ചെയ്യുന്ന കാലഘട്ടം മാറിയെങ്കിലും നിങ്ങൾ ഏകദേശം ഒരു അടിമയെ പോലെയാണ് കർഷക തൊഴിലാളികളൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ പലരും അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക് പണി ചെയ്യാനായിട്ട് വരികയാണ്. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നും അദ്ദേഹത്തിന് ശ്രീലങ്കയിലുള്ള കണക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ട് ശ്രീലങ്കയിലെ തമിഴ്സ് അവരുടെ ബന്ധുക്കളൊക്കെ തമിഴ്നാട്ടിലുള്ള ബന്ധുക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിലേക്ക് ജോലി ചെയ്യാൻ വരുന്നുണ്ട്. മംഗലാപുരത്തു നിന്നും കൊങ്കണികൾ വരുന്നുണ്ട്, കുടുംബികൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള രണ്ട് കമ്മ്യൂണിറ്റീസും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ വലിയൊരു പ്രദേശമായി എന്തേർ മാറുകയാണ്. ആരും അറിയപ്പെടാതെ കിടക്കുന്ന ഒരു പ്രദേശത്ത് വലിയ ഒരു മൈഗ്രേഷൻ, ലേബർ മൈഗ്രേഷൻ അങ്ങോട്ട് സംഭവിക്കുകയാണ്. അവിടെ പുതിയ പ്ലാന്റേഴ്സ് ക്ലബ്ബുകളൊക്കെ വരികയാണ്. അവിടെ യൂറോപ്യൻസിന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത് അവർക്ക് ഞായറാഴ്ചകളിൽ ഒരു എൻജോയ് ചെയ്യണം. അത് അവർ ഒരു വിസ്കിയൊക്കെ അടിച്ച് അല്ലെങ്കിൽ ചില കളികളൊക്കെ കളിച്ച് അവരിങ്ങനെ ഇരിക്കും ഞായറാഴ്ച. അതിനുവേണ്ടി ഒരു ക്ലബ്ബ് തുടങ്ങി. പക്ഷേ മർഫി അതിന് പേര് കൊടുത്തത് മുണ്ടക്കൻ ക്ലബ്ബ് എന്നുള്ളതാണ്. വലിയ ആക്റ്റീവ് അല്ലെങ്കിൽ ആ ക്ലബ്ബ് ഇന്നും ഉണ്ട്. അവിടെയാണ് ചീട്ടുകളിയും ബാക്കി ഉള്ള അമ്യൂസ്മെൻറ്റ്സ് ഒക്കെ അവർ നടത്തുന്നത്. കാരണം അതൊരു റിലീഫാണല്ലോ അവർക്ക്. പിന്നെ ആശയവിനിമയങ്ങളും മറ്റ് പ്ലാന്റേഴ്സുമായിട്ട് നടത്തുന്നതും ഈ ക്ലബ്ബിലാണ്. പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഈ പ്ലാന്റേഴ്സിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച നടക്കുന്നതും രാജാവിന് പല മെമ്മോറണ്ടങ്ങളൊക്കെ കൊടുക്കുന്നതിൻ്റെ ചർച്ച മൊത്തം നടക്കുന്ന ഈ മുണ്ടക്കയം പോലുള്ള ഇത് ധാരാളം ക്ലബ്ബുണ്ട്. മൂന്നാറിലൊക്കെ ധാരാളം ക്ലബ്ബുകളുണ്ട്, വയനാട്ടിലൊക്കെ ക്ലബ്ബുകളുണ്ട്. ഞാൻ പറഞ്ഞ ഈ മർഫിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലബ്ബ് മുണ്ടക്കയം ക്ലബ്ബ്. അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളുടെ രക്ഷയ്ക്ക് വേണ്ടി എക്കണോമിക് ഡിപ്രഷൻ്റെ സമയത്ത് ഫുഡ് ക്രോപ്സിന് പഞ്ഞം വന്ന സമയത്ത് അദ്ദേഹം തന്നെ സപ്ലൈ ചെയ്യുകയാണ്. വീറ്റും റൈസും ഇല്ലറ്റും ഒക്കെ പലയിടത്തുനിന്നും കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾക്ക് യാതൊരു രീതിയിൽ പ്രശ്നം വരരുതെന്ന് അദ്ദേഹം നോക്കിയെടുക്കുകയാണ്. ചില കുട്ടികളെയൊക്കെ അദ്ദേഹം ചെന്നൈയിൽ ഡോൺ ബോസ്കോ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ മർഫി വരുന്നതൊക്കെ ഭയങ്കര രസമാണ്. മർഫി വരുന്നത് കുതിരപ്പുറത്താണ് വരുന്നത്. അദ്ദേഹം വലിയൊരു കുതിരപ്പന്തയക്കാരനൊക്കെ ആയിരുന്നു. കുതിര ഓട്ടത്തിൽ അദ്ദേഹത്തിന് പല സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുതിരപ്പുറത്താണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ കുതിരയുടെ രണ്ട് സൈഡിലായിട്ട് രണ്ട് പട്ടികളും കാണും. ഏറ്റവും ഫ്രണ്ടിൽ മർഫി വരുന്നതിൻ്റെ ഒരു അടയാളമാണത്. ആ പട്ടി ആരും കടിക്കത്തൊന്നുമില്ല. അതിനെ അങ്ങനെ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വരുന്ന വഴിക്ക് അദ്ദേഹം ഈ കൊച്ചുകുട്ടികളെയൊക്കെ കൊച്ചുകുട്ടികളൊക്കെ അതിൽ നടക്കുന്ന സമയത്ത്, ഈ തൊഴിലാളികളുടെ കുട്ടികളൊക്കെ നടക്കുന്ന സമയത്ത് അവരുടെ കഴുത്തിലേക്ക് അദ്ദേഹത്തിന് വളഞ്ഞ ഒരു വലിയൊരു വടിയുണ്ട്. ആ വടി വെച്ച് ഇങ്ങനെ പിടിച്ചിട്ട് നീ എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ ചോദിക്കും. നീ എവിടെ ഉള്ളവനാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കും. ഒരു ടോണിക്കാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. വാട്ടർ പോലീസ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടാണ് കൊടുക്കുന്നത്. അത് അദ്ദേഹം തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്തൊരു ക്ലിനിക്കിൽ അവൈലബിൾ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ന്യൂട്രിയൻ ലെവൽ അല്ലെങ്കിൽ ഇവരുടെ ശരീരം പോഷിപ്പിക്കേണ്ടതുണ്ട്, ഇവർക്ക് വിശപ്പൊക്കെ ഉണ്ടാകണം എന്നൊക്കെ ധരിച്ചിട്ട് മർഫി എഴുതി കൊടുക്കുകയാണ്. ഇനി വളരെ രസകരമായ ചില കഥകളുമുണ്ട്. ഈ എൻതയാറിൻ്റെ ഒരു പുരോഗതി, എൻതയാറിൽ ഇങ്ങനെ ധാരാളം സമ്പത്ത് ഉണ്ടാകുന്നു എന്നുള്ള വാർത്ത കേട്ടിട്ട് പലരും അങ്ങോട്ട് വന്നു. ചില ചൂതാട്ടക്കാരൊക്കെ വന്നു, ചീട്ടുകളിക്കാരൊക്കെ വന്നു. അതിൽ ഒരു ജാനകി എന്ന് പറയുന്നൊരു സ്ത്രീ, ഏതോ ഒരു സ്ഥലത്ത് നിന്ന് കുടിയേറി അങ്ങോട്ട് വന്ന ജാനകി എന്ന് പറയുന്നൊരു സ്ത്രീ, ഇത് നാട്ടിൽ നിന്ന് കേട്ടൊരു കഥയാണ് കേട്ടോ, പക്ഷേ സത്യമാണ്. ഇതിന് റെക്കോർഡിക്കലായിട്ട് പ്രൂഫൊന്നുമില്ല, പക്ഷേ അത് നടന്ന കാര്യം തന്നെയാണ്. മർഫി 1957 മരിക്കുന്നത്. അതിനുശേഷം വലിയൊരു പ്രളയം, ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുകയും വലിയൊരു പ്രളയം എൻതയാറിൽ സംഭവിക്കുന്നുണ്ട്. ആ സംഭവിക്കുന്ന സമയത്തുള്ള ഒരു കഥയിലേക്കാണ് ഞാൻ കൊണ്ടുവന്നത്. ഈ ജാനകി എന്ന് പറയുന്ന സ്ത്രീ വന്ന് അവിടെ ഒരു ചായക്കടയിട്ടു. ആ ചായക്കടയുമായിട്ട് അനുബന്ധ ഭാഗത്ത് ചീട്ടുകളിയും ചൂതാട്ടവും കാര്യങ്ങളും നടക്കുന്നു. പണയമായിട്ട് ജാനകിയുടെ കയ്യിൽ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ഗോൾഡൻ വാച്ചൊക്കെയാണ്, റാഡോ പോലുള്ള വാച്ചുകൾ, ചെറിയ മാല, ഇതൊക്കെ പണയപ്പെടുത്തിയ ആൾക്കാരോടെ കളി നടത്തുകയാണ്. ഇങ്ങനെ കളി നടത്തി ഒരു ട്രങ്ക് പെട്ടിക്കകത്ത് ജാനകി ധാരാളം ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ചു. ഇങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടായി വന്ന സമയത്ത് പ്രളയജലം വരികയും ഇവരുടെ ഈ വീട്ടിലേക്ക് ഇങ്ങനെ വെള്ളം വന്ന് പാഞ്ഞ് വന്ന് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകിയുടെ ഹസ്ബൻഡിൻ്റെ പേര് കുട്ടപ്പൻ എന്നാണ്. കുട്ടപ്പൻ ഒരു എരുമയെ നോക്കുന്ന ആളായിരുന്നു. വളരെ പാവപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. ജാനകിയാണ് എല്ലാം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾ. അപ്പം കുട്ടപ്പൻ ഒരു പ്ലാവിൽ വലിഞ്ഞു കയറി, വലിയൊരു പ്ലാവിൽ വലിഞ്ഞു കയറിയിട്ട് ശേഷം ഒരു തുണി ജാനകിക്ക് ഇട്ട് കൊടുത്തു. ജാനകി அதை പിടിച്ച് കയറാൻ തുടങ്ങി. പക്ഷെ ജാനകിക്ക് കയറാൻ പറ്റിയില്ല. കാര്യം ജാനകിയുടെ ഒരു കയ്യിൽ ട്രങ്ക് പെട്ടിയായിരുന്നു. കാരണം ഇതിലുള്ള പണം നഷ്ടപ്പെടുമെന്ന ഒരു പേടി ജാനകിക്കുണ്ടല്ലോ. അത് വെച്ച് കയറാൻ നോക്കിയെങ്കിലും ആ സമയത്ത് ഈ മലവെള്ളപ്പാച്ചിൽ ഒരു വലിയ തടി വന്ന് അടിക്കുകയും ജാനകിയും പെട്ടിയും ഒലിച്ചു പോവുകയും ചെയ്യും. പക്ഷേ കരയിൽ പറയുന്ന ഇതാണ്, 3-4 ആഴ്ച ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരാൾക്ക് ഈ പെട്ടി കിട്ടുകയും അയാൾ അവിടെ വലിയൊരു ജന്മിയായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കഥയിലൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഒരാൾക്ക് അധികം ധനമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഈ പെട്ടി കിട്ടിയെന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം അവിടെ കുറച്ച് സ്ഥലമൊക്കെ മേടിക്കുക. ഒരു സെൻറ്റിന് 25 രൂപയാണ്. അത് വെച്ചിട്ട് അദ്ദേഹം ഒരു വലിയ പ്രമാണിയായി അവിടെ മാറി. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പം ഒരു ജാനകി അല്ലെങ്കിൽ ഈ പെട്ടിക്കഥ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ചെറിയ സ്ഥലത്തുണ്ടാകുന്ന ചെറിയൊരു കാര്യമാണല്ലേ. ഒരു മൈക്രോ ആർക്കൈവിംഗ് എന്നാണ് നമുക്ക് പറയാം. ചെറിയൊരു പ്രദേശത്തുള്ള ഒരു സംഭവമാണ്. ഈ സംഭവത്തിലേക്ക് നയിച്ച
ശാസ്ത്രം ആണ് ബൊട്ടാണിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ക്യൂ ഗാർഡൻസിൽ ഇങ്ങനെ ഒരു റിസർച്ച് റബ്ബറിനെ കുറിച്ച് നടന്നില്ലായിരുന്നുവെങ്കിൽ ഒരു ജാനകിയും ഉണ്ടാകത്തില്ല, ഒരു മർഫിയും ഉണ്ടാകത്തില്ല, ഇങ്ങനെ ഒരു കഥയും നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കില്ലായിരുന്നു. അപ്പോൾ ചെറിയ എന്തയാർ എന്ന് പറയുന്ന ഒരു മൈക്രോ റീജിയനിൽ ഇത്രമാത്രം മാറ്റങ്ങളെ സാംസ്കാരികപരമായും സാമൂഹികപരമായും സാമ്പത്തികപരമായും ഉണ്ടായി. ഇനിയും കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടും ചില സംഭവങ്ങളൊക്കെ പറയാറുണ്ട്. നമ്മുടെ ഇവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വിജയവുമൊക്കെ ഒരു പരിധിവരെ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്ന സമയത്ത് അവർ ശാക്തീകരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു ഉണർവിൻ്റെ കൂടി ഫലമാണ്. അതിന് വലിയൊരു തമാശ ആ കരയിൽ ചെന്നപ്പോൾ അറിഞ്ഞൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായ രേഖയില്ല പറയുവാനായിട്ട്. കോട്ടയത്തു നിന്നും ഒരു പ്രബല സമുദായത്തിൽപ്പെട്ട ചില ആൾക്കാർ അവർ പ്രത്യേക രീതിയിലൊരു പ്രച്ഛന്ന വേഷധാരികളായിട്ട് എന്തേറ്റിൽ വരികയും മർഫിയുടെ തോട്ടത്തിൽ നിന്ന് പണിയെടുത്ത് ധാരാളം പൈസ ശമ്പളവും ഒക്കെ ഉണ്ടാക്കി തിരിച്ചു പോവുകയും ചെയ്തു. ആ ഒരു കമ്മ്യൂണിറ്റി വലിയ ഒരു ഡിക്ലൈനിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ആൾക്കാർ ഈ മർഫിയുടെ തോട്ടത്തിലേക്ക് വരുന്നത്. പ്രബലമായ ഒരു സമൂഹം. കാര്യം ആ സമയത്ത് ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺടച്ചബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യുവാനായിട്ട് മടിയൊന്നുമില്ലാതെ തന്നെ അവർ വരികയും ധാരാളം ശമ്പളവുമായിട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞത് എന്തയാറിനെ സംബന്ധിച്ചാണ്. പക്ഷെ ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കാഞ്ഞിരപ്പള്ളിയുടെ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി ഒരു കൾച്ചറൽ എക്കോ സോണായിട്ട് എടുക്കുകയാണെങ്കിൽ കാഞ്ഞിരപ്പള്ളി, പാല, ഈരാറ്റുപേട്ട, മണിമല, മുണ്ടക്കയം അതൊരു കാഞ്ഞിരപ്പള്ളി എക്കോ സോണാണ്, ഒരു കൾച്ചറൽ സോണാണ്. കാഞ്ഞിരപ്പള്ളിയാണ് അതിൻ്റെ അകത്തെ കോർ ഏരിയ എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ചെടുക്കുകയാണ് ഞാൻ പഠിച്ച മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളിയുടെ ഭൂപ്രദേശത്തെ തന്നെ റീഡിസൈൻ ചെയ്യുകയാണ്. ഒരു ന്യൂ എക്കോളജിക്കൽ ആർക്കിടെക്ചറാണ് കാഞ്ഞിരപ്പള്ളിക്ക് വന്നു ചേർന്നത്. കാഞ്ഞിരപ്പള്ളി നിങ്ങൾ നോക്കുകയാണെങ്കിൽ റബ്ബർ കൃഷി തുടങ്ങുന്നു. വരിവരിയായി നിൽക്കുന്ന റബ്ബർ മരങ്ങൾ, വേറെ ഒരു മരവും അവിടെ സാധ്യമല്ല. ഒരു ഷീറ്റ് അടിക്കാനായിട്ട് ഇങ്ങനെ കറക്കി ഷീറ്റ് ഫോർമിക് ആസിഡിൽ മുക്കി അതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒരു മെഷീൻ പുര എന്ന് പറയുന്ന പുര കാണും. ഈ ഫോർമിക് ആസിഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ദുർഗന്ധമായിരിക്കും. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറയും, അയ്യോ ഇതെന്തൊരു മണമെന്ന്. പക്ഷേ അന്നൊക്കെ കാഞ്ഞിരപ്പള്ളിക്കാർ അഭിമാനമായിരുന്നു. കാര്യം അത് ദുർഗന്ധമായിട്ട് നമുക്ക് തോന്നത്തില്ല. കാര്യം ധാരാളം പ്രോഫിറ്റ് കിട്ടുന്ന സമയമായതുകൊണ്ട് ദുർഗന്ധം സുഗന്ധമായിരുന്നു. ഓൾഫാക്ടറി സെൻസിബിലിറ്റി പോലും മറ്റൊരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. കാരണം വെച്ചാൽ ഈ ദുർഗന്ധത്തെ പോലും സുഗന്ധമായിട്ട് കാണുകയാണ്. ഈ ദുർഗന്ധത്തിലും അവർ ദേശരാഷ്ട്രത്തിനെ സ്നേഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുകയാണ്. ദാറ്റ് ഈസ് എക്കോളജിക്കൽ നാഷണലിസം, എൻവയോൺമെൻറ്റൽ നാഷണലിസം എന്ന് പറയുന്നത്. എപ്പോഴാണോ റബ്ബറിന് വില കുറയുന്നത് അപ്പോഴാണ് അവരുടെ രാഷ്ട്രസ്നേഹം കുറയുന്നത്. എപ്പോൾ റബ്ബറിന് വില കുറയുന്നു ആ സമയത്ത് രാഷ്ട്രസ്നേഹത്തിന് ഡിപ്പ് ഉണ്ടാകുകയാണ്. കാര്യം ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ മലയാള മനോരമ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് ഈ റബ്ബർ കൾട്ടിവേഷനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് മനോരമയാണ്. സാധാരണ ചെറുകിട കൃഷിക്കാരെ ഇതിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ധാരാളം എഡിറ്റോറിയൽസ് അവർ എഴുതിയിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് ഒരു എഡിറ്റോറിയൽ ഞാൻ കണ്ടതാണ്, നമ്മുടെ രാജ്യസ്നേഹവും ഈ റബ്ബർ കൃഷിയും തമ്മിൽ ലിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രാജ്യസ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ റബ്ബർ നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യസ്നേഹം എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളത് ഒരു എക്കോളജിക്കൽ കണ്ടീഷനിങ്ങിൽ വെച്ച് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഒരു റബ്ബർ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഷെഡ്, ആ റബ്ബർ ഉണക്കുവാനായിട്ടുള്ള ഒരു പ്രത്യേക പുകപ്പര, സ്മോക്ക് റൂം. ഏതൊരു റബ്ബർ കൃഷിക്കാരൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അയാളുടെ കോർട്ട്യാർഡിൽ അയാളുടെ മുറ്റത്ത് ഒരു വലിയ അയ കാണും. അവിടെ ഇങ്ങനെ റബ്ബർ ഷീറ്റ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. 25-30 റബ്ബർ ഷീറ്റൊക്കെ കണ്ടു കഴിഞ്ഞെങ്കിൽ നമുക്ക് എൻ്റെ അഭിമാനം, ഇയാൾ വലിയ പണക്കാരനാണെന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇനിയും പുകപ്പുരയില്ല എങ്കിൽ ചിമ്നി, അടുക്കളയിലെ ചിമ്നിയിലായിരിക്കും ഇത് റബ്ബർ പുകയ്ക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കൂ, ഒരു പ്ലാന്റ് ടോട്ടലി ന്യൂ എക്കോളജിക്കൽ ആർക്കിടെക്ചർ ഒരു സ്ഥലത്ത് കൊണ്ടുവരികയാണ്. എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഏത് സ്ഥലത്ത് ചെന്നാലും ഇത് തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. തന്നെയല്ല, വളരെ ഇൻടോളറൻ്റ് ആയിട്ടുള്ള ഒരു ട്രീയാണ് റബ്ബർ എന്ന് പറയുന്നത്. അത് മറ്റു മരങ്ങളെ സഹിക്കില്ല അവിടെ ജീവിക്കുവാനായിട്ട്. അവിടെ തെങ്ങിന് വിളയുവാനായിട്ട് സാധിക്കത്തില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 1975 ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവിടെ തെങ്ങ് കയറാൻ വരുന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടി അന്നേരം അന്ന് പറഞ്ഞ 75 പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നു. അദ്ദേഹം പറയുകയാണ്, കൂടെ പറയുന്നത്, ഇപ്പോൾ ഇത് റബ്ബറിൽ ഇത് തെങ്ങിലൊന്നും തേങ്ങയില്ല കേട്ടോ, കായ്ഫലം വളരെ കുറഞ്ഞിരിക്കുന്നതെന്ന് കുട്ടി പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു 9 വയസ്സൊക്കെ ഉണ്ട്. എനിക്ക് വലിയ കാര്യമായ രീതിയിൽ ഇതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് അല്ലെങ്കിൽ അറിവില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ എൻ്റെ മനസ്സിൽ രജിസ്റ്റേർഡ് ആയിട്ട് കിടന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത് വലിയ ഒരു എക്കോളജിക്കൽ ഡിസ്ട്രക്ഷനാണ് ഈ മോണോകൾച്ചർ പ്ലാന്റേഷൻ കൊണ്ടുവരുന്നത്. ഇത് ലാറ്റക്സിലെ 70% വാട്ടറാണെന്നാണ് പറയുന്നത്. അപ്പോൾ 70% ആ പ്രദേശത്തുള്ള വാട്ടർ ഈ റബ്ബർ ട്രീ ഒരുമിച്ച് വലിച്ചെടുക്കുകയാണ്.
ഈ ഉള്ള സോയിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ റബ്ബർ ട്രീ വലിച്ചെടുക്കുകയാണ്. അങ്ങനെ ആണ് ഈ ലാറ്റക്സ് ഉണ്ടായി വരുന്നത്. തെങ്ങിനവിടെ വളരുവാനായിട്ട് സാധിക്കത്തില്ല. തെങ്ങിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോൾ കൾട്ടിവേറ്റേഴ്സ് റബ്ബർ കൃഷിയിലേക്ക് മാറുന്ന വർഷം 40കളിലും 50കളിലുമാണ്. കുട്ടി ഇത് പറയുന്നത് 1975-ലാണ്. അപ്പോൾ ഒരു 25 വർഷത്തിന് ശേഷം തന്നെ അവർക്ക് ആ മാറ്റം മനസ്സിലാകുന്നുണ്ട്. എങ്കിലും ഇത് റബ്ബർ മൂലമാണ് എന്ന തിരിച്ചറിവ് പലർക്കും ഇല്ല എന്നുള്ളതാണ്. തെങ്ങ് നശിക്കുന്നു, കുരുമുളക് ഇല്ലാതാകുന്നു, കുരുമുളകിന് മറ്റു പല രോഗങ്ങളും വരുന്നു, വേറെ ഇടകൃഷികളൊന്നും തന്നെ വരുന്നില്ല, കപ്പയില്ല, ചേനയില്ല, മാങ്ങയില്ല, ഒന്നുമില്ല. 1930s എക്കണോമിക് ഡിപ്രഷൻ വന്ന സമയത്ത് പാൽ വൃക്ഷത്തിൻ്റെ ചോട്ടിലിരുന്ന് കരയേണ്ട ഗതികേട് ഈ പ്രദേശത്തുകാർക്കുണ്ടായി എന്നാണ് പറയുന്നത്. പാൽ വൃക്ഷത്തിൻ്റെ ചോട്ടിലിരുന്ന് കരയുക, ബൈബിളിൻ്റെ ഒരു വാക്കാണ്. പാൽ വൃക്ഷത്തിൻ്റെ ചോട്ടിലിരുന്ന് കരയേണ്ട ഗതികേടിലേക്ക് പോകുന്നത്. അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ആ ഏരിയയിലെ ആൾക്കാർക്ക് സംഭവിച്ച സമയത്താണ് മറ്റ് കുടിയേറ്റങ്ങൾ നടക്കുന്നത് മറ്റ് സ്ഥലങ്ങളിലേക്ക്. അതുകൊണ്ടാണ് വിഷകന്യക എസ് കെ പൊറ്റക്കാടിൻ്റെ വിഷകന്യകയിൽ പ്രത്യേകം പറയുന്നുണ്ട്, മലബാറിൽ കുടിയേറി ചെന്ന ഈ ചേട്ടന്മാർ അല്ലെങ്കിൽ ഈ പാലാ ഭാഗത്ത് നിന്ന ആൾക്കാർ അവിടെ ആദ്യം വെക്കുന്നത് കപ്പയാണ്. കപ്പ സത്യത്തിൽ മലബാറിലേക്ക് കൊണ്ട് നടുന്നത് അച്ചായന്മാരാണ്, ചേട്ടന്മാരാണ് കപ്പ നടുന്നത്. അതുവരെ കപ്പ അവിടെ ഇല്ല. നമ്മുടെ ഇവിടെ തന്നെ കപ്പ വരുന്ന വിശാഖ തിരുനാൾ രാജാവിൻ്റെ കാലഘട്ടത്താണ്. അദ്ദേഹമാണ് കപ്പ കൃഷി ധാരാളം ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യം ഈ ഒരു പാഠമാണ്. അതായത് ഇങ്ങനെ മോണോകൾച്ചറിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഭക്ഷ്യ ലഭ്യത കുറയാം എന്നൊരു പാഠം മൂലമാണ് മലബാറിൽ പോയി ഈ രീതിയിലുള്ള കപ്പ കൃഷി ആദ്യം ചെയ്തത്. പിന്നീട് അവിടെ റബ്ബർ വരുന്നുണ്ട്, മറ്റു കൃഷികൾ വരുന്നുണ്ട്. പക്ഷേ ഇന്നും മലബാറിൽ ചെല്ലുന്ന സമയത്ത് നമുക്കൊരു മിക്സഡ് കൾട്ടിവേഷൻ, പല ഏരിയയിലും മിക്സഡ് കൾട്ടിവേഷനാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് പക്ഷേ അതിൽ നിന്നൊക്കെ തെന്നി മാറുകയും കൂടുതൽ പണം കിട്ടുന്നതിനനുസരിച്ചിട്ട് കാര്യം ഒരു ലോഡ് റബ്ബർ ഷീറ്റുമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ജീപ്പുമായിട്ട് തിരിച്ചു പോകാം എന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാർ അതിലേക്ക് മറിയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉൽപ്പന്നത്തിനെ ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരത്തിലും സാമ്പത്തിക വിനിമയങ്ങളിലും രാഷ്ട്രീയത്തിലും അവരുടെ ഭാവനയിലും അവരുടെ എസ്തെറ്റിക്സിലും പോലെ വലിയ മാറ്റങ്ങൾ സംഭവിപ്പിച്ച ഒരു കാലഘട്ടമായിരുന്നു ഈ മർഫിയോടുകൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നമുക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു ലാൻഡ്സ്കേപ്പിനെ റീഡെസിഗ്നേറ്റ് ചെയ്ത് അതിനെ അച്ചടക്കമുള്ളതാക്കി മാറ്റി സ്കേപ്പ് ചെയ്യുക, അല്ല ഡിസിപ്ലിൻ ചെയ്ത് പുതിയൊരു പൂന്തോട്ട രാഷ്ട്രീയത്തിന്, ഒരു പൂന്തോട്ട ലാൻഡ്സ്കേപ്പിനെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് യൂറോപ്യൻസിന് സാധിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ടൂൾ എന്ന് പറയുന്നത് സയൻസ് ആയിരുന്നു, അല്ലാതെ ഗൺ പൗഡർ അല്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ശാസ്ത്രത്തിന് എത്രമാത്രം നമ്മുടെ പ്രകൃതി സംവിധാനങ്ങളെ റീകോൺഫിഗർ ചെയ്യുവാനായിട്ട് വളരെ സ്പീഡിൽ റീകോൺഫിഗർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം 1890 ഈ റബ്ബറിൻ്റെ 1839 വൾക്കനൈസേഷൻ പ്രോസസ്സ് ഗുഡിയർ കണ്ടെത്തുന്നത്. 1939 ഈ 1839 നിന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ 1950 വന്നു കഴിയുമ്പം ഈ കേരളത്തിൽ ആകമാനം റബ്ബർ കൃഷി വ്യാപിക്കുന്ന ഒരു സ്പീഡിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരു മരം ഇത്രമാത്രം സ്പീഡിൽ നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സാമ്പത്തിക ചരിത്രത്തെയും സാംസ്കാരിക വ്യവസ്ഥയൊക്കെ അത് കീഴ്മേൽ മറിക്കുന്ന ഒരു പുതിയൊരു ആർക്കിടെക്ചറിനെ, രൂപരേഖയെ പുതിയൊരു ലാൻഡ്സ്കേപ്പിനെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഒരു മരത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഇത് സാധിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഐറ്റിനറൻറ്റ് സയൻസ് ആണ്, ചുറ്റി നടന്ന ശാസ്ത്രമാണ്. ഇന്ത്യയിലുടനീളം 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ട് തുടക്കത്തിലും ചുറ്റി നടന്ന ശാസ്ത്രജ്ഞന്മാർ എഴുതിയിട്ട രേഖകളിൽ നിന്നും ആ രേഖകളിൽ നിന്നും ഗവൺമെൻറ് റിപ്പോർട്ടുകളിൽ നിന്നും സെൻസസ് ഗസറ്റീറുകളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ലാൻഡ്സ്കേപ്പ് ട്രാൻസ്ഫോർമേഷന് ഈ യൂറോപ്യൻസിന് സാധ്യം ആയതെന്നാണ് ഞാൻ. രണ്ടാമത് പറയേണ്ട ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത് മൈൻഡ്സ്കേപ്പ് എന്നുള്ളതാണ്. മനുഷ്യൻ്റെ മനോഭാവത്തെ പോലും നിയന്ത്രിക്കുന്ന, ഇഷ്ടങ്ങളെ, സംസ്കാരത്തെ, ഈവൻ കല്യാണത്തെ പോലും ഒരു നാട്ടിലൊക്കെ ഒരു കല്യാണാലോചന ഒരു പെൺകുട്ടിക്ക് കാഞ്ഞിരപ്പള്ളിലൊക്കെ വരികയാണെങ്കിൽ ആ കാലഘട്ടത്തിലെ ആദ്യത്തെ ചോദ്യം എത്ര ഏക്കർ റബ്ബർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റബ്ബർ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ കല്യാണം നടക്കും എന്നുള്ളതാണ്. എൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ പണ്ട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അവർക്ക് ആ കല്യാണത്തിന് ആ മോളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് പറയുകയാണ്, ആ ചെറുക്കിന് ശകലം മദ്യപാനമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ എങ്കിലും 10 ഏക്കർ റബ്ബർ ഉണ്ട് എന്നാണ്. അവിടെ മദ്യപാനം ഒരു പ്രശ്നമേ അല്ലാതായി മാറുകയാണ്. അപ്പോൾ റബ്ബർ എന്ന് പറയുന്നത് വലിയൊരു പോസിറ്റീവ് ഫാക്ടറുടെ ക്യാപിറ്റലായിട്ട് ഈവൻ വിവാഹ കമ്പോളത്തിൽ പോലും അത് ഉണ്ടായിരുന്നൊരു കാലഘട്ടം. ഇന്നങ്ങനെ ഇല്ല. ഇന്ന് കാര്യം 1,00,000 ഹെക്ടറോളം റബ്ബർ ഭൂമി ഇന്ന് വെട്ടാതെ കിടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്, ടാപ്പ് ചെയ്യാതെ കിടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ടാപ്പിങ് നടത്താൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തിക ദുരിതത്തിലേക്ക് റബ്ബർ കർഷകർ പോയിട്ടുണ്ട്. അത് എപ്പം കരകയറുമെന്നൊന്നും നമുക്കറിയില്ല. അത് വീണ്ടും കരകയറുമെന്നും റബ്ബറിന് 300-400 കിട്ടുമെന്നും ഒക്കെ വീണ്ടും പറയുന്നുണ്ടെങ്കിലും അത് എപ്പോൾ സാധ്യമാകുമെന്നറിയില്ല. പക്ഷേ
കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്കാരവും സമ്പത്തും ചിന്തയും മനോഭാവവും എല്ലാം തീരുമാനിച്ചത് ഈ 18-ാം നൂറ്റാണ്ടിൽ ക്യൂ ഗാർഡൻസിൽ നടന്ന ഗവേഷണങ്ങൾ, ബൊട്ടാണിക്കൽ ലൈഫ് സയൻസിൽ നടന്ന ഗവേഷണങ്ങളാണ്. അതായിരുന്നു ഇതിൻ്റെ തുടക്കം. ഈ ശാസ്ത്ര പുരോഗതിയുടെ, ഈ ശാസ്ത്ര മനോഭാവത്തിൻ്റെ, ശാസ്ത്രീയമായ രീതിയിലുള്ള പുതിയ ഡോക്യുമെൻറ്റേഷൻ്റെ ഒക്കെ ക്ലാസിഫിക്കേഷൻ്റെയും അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് നമ്മളുടെ ജീവിതം മാറിമറിഞ്ഞത്. ജീവിതം മാത്രമല്ല മാറിമറിഞ്ഞത്, നമ്മുടെ മനോഭാവങ്ങളും മാറിമറിഞ്ഞു, നമ്മുടെ ഭൂപ്രദേശങ്ങളും മറിഞ്ഞു. പുതിയ രീതിയിലുള്ള ലാൻഡ്സ്കേപ്പുകളെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ഉണ്ടായ ഒരു സംഗതിയാണ് ഒരു ടെക്സ്റ്റായി ആയി മാറിയ നമ്മുടെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. ഈ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന വാക്കെന്ന് പറയുന്നത് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഒരു സംഗതിയുണ്ട്. ലാൻഡ് എന്ന് നമുക്ക് പറയാം, പക്ഷെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ ലാൻഡിനെ എസ്കേപ്പ് ചെയ്യുന്നൊരു പരിപാടി അതിൻ്റെ അതുണ്ട്. യു ആർ ഡിസിപ്ലിനിങ് ദ ലാൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാനായിട്ട് സാധിക്കും. മൈൻഡ് സ്കേപ്പ്, നിങ്ങളുടെ മനസ്സിനെ ഡിസിപ്ലിൻ ചെയ്യുന്ന, ഇതാണ് നമുക്ക് വേണ്ട കൃഷി. മറ്റൊന്നും നിങ്ങൾ നടത്തണ്ട, നിങ്ങൾ ഈ കൃഷി മാത്രം ചെയ്താൽ മതി എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച ആ മനോഭാവത്തിൻ്റെ ആധാര പ്രക്രിയകൾ, അതിൻ്റെ ഉത്ഭവ പരിസരം എന്ന് പറയുന്നത് ലണ്ടനിലെ ക്യൂ ആയിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.